ദൈവത്തെ നമ്മുടെ ടീമിൽ ചേർക്കുക. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 32 വരെ. ധ്യാനത്തിനായിട്ട് 32-ാം വാക്യം. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. പ്രസിദ്ധ ഗ്രന്ഥകാരനായ ഡേവിഡ് എ റേ ഉദ്ധരിച്ചിരിക്കുന്ന ഒരു സംഭവ കഥ തകർന്ന വിവാഹബന്ധത്തിൻ്റെ പുനഃസ്ഥാപനത്തിലേക്കുള്ള വഴി ചൂണ്ടിക്കാണിച്ചു തരുന്നു. ഒരു ഭർത്താവ് വിവാഹം കഴിഞ്ഞതിൻ്റെ 19-ാമത്തെ വർഷത്തിൽ ഭാര്യയോടുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുപോയി. ദുഃഖാർത്ഥയായ ഭാര്യ അന്നു തൊട്ട് അനുരഞ്ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രിയ കർത്താവേ, എൻ്റെ വിവാഹ ജീവിതം കുരുക്ക് പിടിച്ച പ്രശ്നങ്ങൾ കൊണ്ട് സങ്കീർണമായി തീർന്നിരിക്കുന്നു. അവയുടെ കുരുക്കുകൾ അഴിക്കുവാൻ എനിക്ക് കഴിവില്ലല്ലോ. അവിടത്തേക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് എനിക്കറിയാം. അങ്ങ് പറയുന്നത് എന്തും ഞാൻ ചെയ്തു കൊള്ളാം. അവിടുന്ന് പറയുന്നിടത്തോളം സമയം ഞാൻ കാത്തിരിക്കുകയും ചെയ്യാം. അവിടത്തേക്ക് സ്തോത്രം. ആമേൻ. പലരുടെയും വിവാഹ ജീവിതം പുകയുന്ന അഗ്നി പർവ്വതങ്ങളാണ്. ഇടയ്ക്കിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അതിനുശേഷം ചിലതൊക്കെ പ്രശാന്തമാകുന്നു. വിവാഹബന്ധം വലിഞ്ഞു മുറുകി പൊട്ടിപ്പോകുമെന്ന് ശങ്കിക്കുന്നവരും നൂറ് മോഹന സ്വപ്നങ്ങൾ പേറിക്കൊണ്ട് വിവാഹവേദിയിലേക്ക് പ്രവേശിക്കുന്നവരും ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഗീവ് ആൻഡ് ടേക്ക്, കൊടുത്തും കൊണ്ടും ജീവിക്കുക എന്നതാണ് വിവാഹ ജീവിത വിജയത്തിൻ്റെ ആണിക്കല്ലുകളിൽ ഒന്ന്. എനിക്ക് കിട്ടണം, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന മനോഭാവമാണ് വിവാഹ ജീവിത സംഘർഷത്തിൻ്റെ അടിസ്ഥാന കാരണം. കിട്ടുന്നതിനുള്ള വ്യഗ്രത കൊടുക്കുവാനുള്ള നമ്മുടെ ബാധ്യതയെ പലപ്പോഴും അടിച്ചമർത്തി കളയുന്നു. ഒരു കാര്യത്തിലും തനിക്ക് തെറ്റുപറ്റുകയില്ലെന്ന് വിചാരിക്കുന്ന ഭർത്താവ് എല്ലാ കാര്യങ്ങളിലും തൻ്റെ ഭാര്യയിൽ തെറ്റ് ചികഞ്ഞ് കണ്ടുപിടിക്കുന്നു. ഇങ്ങനെ മറ്റുള്ളവരിൽ തെറ്റ് കണ്ടുപിടിച്ച് കല്ലെറിയാൻ ഭാവിക്കുന്നവരോടാണ് നിങ്ങളിൽ കുറ്റമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന് ക്രിസ്തു അരുൾ ചെയ്തത്. കൊള്ളുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു വരവ് ചെലവ് കണക്ക് ഓരോ ദിവസവും നാം എടുത്തു നോക്കുക. കൊള്ളുന്നതിനേക്കാൾ അധികം കൊടുക്കുന്നവർക്ക് മാത്രമേ വിവാഹ ജീവിതം ആനന്ദസന്ദായകമാക്കി തീർക്കുവാൻ കഴിയൂ. പല കാര്യങ്ങളിലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാം. എന്നാൽ അവരെ തമ്മിൽ കൂട്ടിയിണക്കുന്ന ശൃംഖലയ്ക്ക് തേയ്മാനം ഉണ്ടാകാതിരിക്കുവാൻ ബോധപൂർവം ശ്രദ്ധിക്കേണ്ടതാണ്. ബലവും ബലഹീനതയും ചേർന്നതാണ് മനുഷ്യ ജീവിതം. ഊടും പാവും പോലെ കുറവ് തീർന്നതല്ല ആരുടെയും ജീവിതം. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഭാര്യയും ഭർത്താവും വർദ്ധിക്കണം. ഒരാൾക്ക് കോപമുണ്ടായാൽ മറ്റേയാൾ ശാന്തമായി വർദ്ധിക്കുക. ഒരാൾ സങ്കടപ്പെടുമ്പോൾ മറ്റേയാൾ സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കണം. ഒരാൾ നൈരാശ്യത്തിൽ അടിമപ്പെടുമ്പോൾ മറ്റേയാൾ ധൈര്യപ്പെടുത്തുക. ഒരാൾ ശുണ്ഠി പിടിക്കുമ്പോൾ മറ്റേയാൾ സമചിത്തത വെടിയാതിരിക്കുക. ഒരാൾ വെറുപ്പ് കാണിക്കുമ്പോൾ മറ്റേയാൾ സ്നേഹത്തോടും വിവേകത്തോടും പെരുമാറുക. ഒരാൾ അവിശ്വസ്തമായി വർത്തിക്കുമ്പോൾ മറ്റേയാൾ തികഞ്ഞ വിശ്വാസത്തോടെ പെരുമാറുക. ഇങ്ങനെ ജീവിതത്തെ പൊരുത്തപ്പെടുന്നതിനും സന്തുഷ്ടമാക്കി തീർക്കുന്നതിനും ഒട്ടേറെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സർവോപരി സ്നേഹത്തിൻ്റെ ആത്മാവിൽ വിവേകപൂർവം ജീവിത പങ്കാളിയിൽ കാണുന്ന കുറവുകളും ദൗർബല്യങ്ങളും തട്ടി കഴിക്കുവാൻ നാം തയ്യാറാകണം. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ കൂട്ടിപ്പിടിച്ചു നിർത്തുന്ന സ്നേഹത്തിൻ്റെ ആക്കവും തൂക്കവും എന്താണെന്നുള്ളതും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. മധുവിധു ആഘോഷിക്കുമ്പോൾ പ്രകടിപ്പിക്കുന്ന വൈകാരിക പ്രധാനമായ പ്രേമ പ്രകടനങ്ങൾ സ്നേഹത്തിൻ്റെ ഒരു ഭാവം മാത്രമാണ്. അതിന് ആഴവും അടിയുറപ്പും ഉണ്ടായിരിക്കുകയില്ല. സാക്ഷാൽ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും വിശുദ്ധനായ പൗലോസപ്പോസ്തലൻ്റെ സ്നേഹഗീതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ സ്നേഹം പെട്ടെന്ന് അക്ഷമ പ്രവർത്തിക്കുന്നില്ല. രചനാത്മകമായി പ്രവർത്തിക്കുന്നതിനുള്ള വഴിയാണത് എപ്പോഴും തേടുന്നത്. അത് സ്വാർത്ഥതയുടെ പൂർണ്ണതയായി ഒരിക്കലും ശ്രമിക്കുന്നില്ല. സ്വന്തം ആശയമോ അഭിപ്രായമോ ഊതി വീർപ്പിച്ച് കാണിക്കുകയോ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുകയോ ചെയ്യുന്നുമില്ല. മറ്റുള്ളവരുടെ കുറവുകളുടെയും കുറ്റങ്ങളുടെയും കണക്കെഴുതി സൂക്ഷിക്കുന്നുമില്ല. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം. ഇങ്ങനെയുള്ള സ്നേഹം ദാമ്പത്യ ജീവിതത്തിൻ്റെ ആഴത്തിൽ വേരൂന്നി വളരാതെ വിവാഹ ജീവിതം വിജയിക്കുവാൻ പോകുന്നില്ല.
ഒരേ ആളിനോട് തന്നെ വീണ്ടും വീണ്ടും പ്രണയബന്ധമാക്കി തീർക്കുന്നതാണ് യഥാർത്ഥ വിവാഹ ജീവിതമെന്ന് പറയുന്നു. വിവാഹ ജീവിതം ഒരു കൂട്ടുവ്യാപാരമാണ്. ഭാര്യയെയും ഭർത്താവിനെയും കൂടാതെ ഒരാൾ കൂടിയുണ്ട് ഈ ടീമിൽ, ദൈവത്തെ നിങ്ങളുടെ ടീമിൽ ഉൾപ്പെടുത്തി അവിടത്തോടെ എത്രമാത്രം അടുത്ത് ജീവിക്കുന്നുവോ അത്രയ്ക്ക് നിങ്ങൾ തമ്മിലുള്ള ബന്ധം കെട്ടുറപ്പുള്ളതായി തീരുമെന്ന് പ്രസ്തുത ഗ്രന്ഥകാരൻ ചൂണ്ടിക്കാണിക്കുന്നു. നിരന്തരമായ പ്രാർത്ഥനയുടെയും കണ്ണീരിൻ്റെയും ഫലമായി മേൽപ്പറഞ്ഞ ദമ്പതികളുടെ ടീമിൽ ദൈവം അംഗമായി തീർന്നു. അങ്ങനെ അവരുടെ കുടുംബജീവിതം വീണ്ടും തളിർത്തു. ഓർക്കണമേ, നിത്യവും പണിതുകൊണ്ടിരിക്കുന്ന സൗധമാണ് വിവാഹ ജീവിതം. മത്തായി എഴുതിയ സുവിശേഷം 19:6. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.